അതിജീവിതകൾക്ക് വൻ തിരിച്ചടി. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഫോണിൻ്റെ പാസ്വേഡ് SITക്ക് ഹാൻഡ് ഓവർ ചെയ്യണമെന്ന് പറഞ്ഞ് പ്രോസിക്യൂഷൻ നൽകിയ പരാതി ഹൈക്കോടതി സ്റ്റേ ചെയ്തിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടം ഫോണിൻ്റെ പാസ്വേഡ് കൊടുക്കേണ്ട കാര്യമില്ല, അതൊക്കെ ഒരാളുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ് എന്നാണ് ഇവിടെ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഫോൺ കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഫോണിൻ്റെ പാസ്വേഡ് ഫോണല്ല, കാരണം ഫോൺ ഓൾറെഡി ഇവർ കൊണ്ടുപോയിട്ടുള്ളതാണ്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഫ്ലാറ്റിൽ നിന്ന് 2 ഫോണ് പുള്ളിയുടെ കൊണ്ടുപോയിട്ടുള്ളതാണ്. പക്ഷേ ഇത് പാസ്വേഡ് ഇല്ലാത്തതുകൊണ്ട്, പാസ്വേഡ് അഴിക്കാൻ പറ്റാത്തതുകൊണ്ട് ഇവർ ഉടായ്പകളൊന്നും നടന്നിട്ടില്ല. അപ്പം അടുത്ത ഇവരെ ഒരു പദ്ധതി എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഫോണ് കൈക്കലാക്കണം, രാഹുലിന് അനുകൂലമായിട്ടുള്ള തെളിവുകളും കാര്യങ്ങളും നശിപ്പിക്കണം. അതായിരുന്നു ഇവരുടെ ലക്ഷ്യങ്ങൾ. അപ്പോൾ ആദ്യം തന്നെ പറയുവാണ്, രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണയ്ക്കുന്ന ആളുകൾ രാഹുൽ തിരിച്ചു വരണം, പാലക്കാടിൻ്റെ മണ്ണിലേക്ക് തിരിച്ചു വരണം, വീണ്ടും അവിടെ MLA ആയിട്ട് തുടരണം, കേരള രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളെല്ലാം വീഡിയോ ലൈക്ക് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യണം. അതുപോലെ രാഹുലിനെ പിന്തുണയ്ക്കുന്ന ആളുകളെല്ലാം ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ഫോളോ ചെയ്ത് വയ്ക്കുക. അപ്പം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഫോണിൻ്റെ പാസ്വേഡ് ഹൈക്കോടതി പറഞ്ഞിരിക്കുകയാണ്, കൊടുക്കേണ്ട കാര്യമില്ല. പ്രോസിക്യൂഷൻ കൊടുത്ത പരാതി സ്റ്റേ ചെയ്തിരിക്കുകയാണ്. നമുക്കറിയാം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഫോണ് കിട്ടാൻ വേണ്ടിയിട്ട് കളിച്ച നാറിയ കളികളെല്ലാം അവസാനം കളിച്ചൊരു കളി നമ്മളെല്ലാവരും കണ്ടതാണ്. രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം കൊടുത്തതിന് ശേഷം കോടതി പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. അഞ്ചാമതായിട്ട് കോടതി പറഞ്ഞിട്ടുള്ള കാര്യം എന്താണ്? അതിജീവിതയെ സ്വാധീനിക്കാൻ പാടില്ല. പുറത്തിറങ്ങിയതിന് ശേഷം അതിജീവിതയെ കോണ്ടാക്ട് ചെയ്യാനോ അല്ലെങ്കിൽ സ്വാധീനിക്കാനോ ശ്രമം നടത്താൻ പാടില്ല എന്നാണ് കോടതി പറഞ്ഞേക്കുന്നത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ജാമ്യം റദ്ദാക്കുമെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് മുതലെടുത്തിട്ട് അതിനകത്ത് കയറി പിടിച്ചിട്ട് രാഹുൽ മാങ്കൂട്ടം അതിജീവിതയെ, പരാതിക്കാരിയെ, ഇപ്പം നിങ്ങൾ നോക്കിക്കോണം, ഇപ്പം അതിജീവിതം മാറി. ഇപ്പോൾ എല്ലാ വാർത്തകളിലും പരാതിക്കാരിയായിട്ടാണ് വരുന്നത്. അതിജീവിതം എന്നൊരു പേരില്ല. ഇതിനു മുമ്പ് പരാതിക്കാരിയല്ലായിരുന്നു, അതിജീവിതയായിരുന്നു അല്ലേ? അപ്പോൾ ഇപ്പം പരാതിക്കാരിയെ വാട്സാപ്പിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചു, കോൾ ചെയ്യാൻ ശ്രമിച്ചു, സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞിട്ടുള്ളൊരു പരാതിയാണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പം പരാതിക്കാരി പറഞ്ഞേക്കുന്ന കാര്യം എന്താണ്? രാഹുൽ മാങ്കൂട്ടം വിളിക്കാൻ ശ്രമിച്ചു എന്നാണ്. പക്ഷെ അത് SITയുടെ കയ്യിൽ വന്നപ്പോഴത്തേക്ക് എങ്ങനെയാണ്? രാഹുൽ മാങ്കൂട്ടം പരാതിക്കാരിയെ സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്നാണ് വരുന്നത്. ഇവിടെ പരാതിക്കാരി പോലും പറഞ്ഞിട്ടില്ല. രാഹുൽ മാങ്കൂട്ടം ഒരാൾ വിളിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പം അയാൾ വിളിച്ചത് സ്വാധീനിക്കാനാണോ അല്ലയോ എന്ന് അയാളുടെ കോൾ എടുക്കാതെ എങ്ങനെയാണത് മനസ്സിലാക്കുന്നത്? അവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. കാരണം തലയ്ക്കകത്ത് വല്ലതും ആളുകൾ അരിയാരം കഴിക്കുന്ന ആളുകൾക്ക് ചിന്തിക്കാനേ ഉള്ളൂ. പിന്നെ ഇത് രാഹുൽ മാങ്കൂട്ടം വിളിച്ചിട്ടുള്ളത് രാഹുൽ മാങ്കൂട്ടം തന്നെ 24-ന് കൊടുത്തൊരു എക്സ്ക്ലൂസീവ് ബൈറ്റിനകത്ത് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇതൊക്കെ വാർത്താ ചാനലുകളിൽ വരുന്ന കാര്യമല്ലേ, ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ എവിടെയൊന്നും. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വായിൽ നിന്ന് തന്നെ വീണിട്ടുള്ളതാണ്. അപ്പോൾ അതിലൂടെ മനസ്സിലാക്കാം ഇത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ജാമ്യം റദ്ദ് ചെയ്യാനും ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിന് അനുവദിച്ചിട്ടുള്ള ജാമ്യം റദ്ദ് ചെയ്ത് രാഹുൽ മാങ്കൂട്ടത്തിനെ തിരിച്ച് ജയിലിലേക്ക് കയറ്റി വിടാനും രാഹുലിൻ്റെ മെയിനായിട്ട് ഫോണ് കൈക്കലാക്കി പാസ്വേഡ് എങ്ങനെയും കിട്ടിയിട്ട് വേണം അതിനകത്ത് കിടക്കുന്ന തെളിവുകൾ നശിപ്പിച്ച് വേണ്ടാത്ത രീതിയിലെല്ലാം എഡിറ്റ് ചെയ്ത് സ്ക്രീൻഷോട്ടെല്ലാം എഡിറ്റ് ചെയ്ത് വീണ്ടും രാഹുലിനെ മോശക്കാരനാക്കുന്ന രീതിയിൽ ചിത്രീകരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് പറയാമല്ലോ രാഹുലിൻ്റെ മാങ്കൂട്ടത്തിന് അത് കിട്ടി, ഇത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഫോണിൽ നിന്ന് ആ തെളിവ് കിട്ടി, ഈ തെളിവ് കിട്ടിയെന്ന് പറഞ്ഞിട്ട് അതിനകത്തോട്ട് ആഡ് ചെയ്യാൻ അതിനകത്തോട്ട് കയറ്റി അങ്ങോട്ട് കൊടുക്കാൻ. അതാണ് ഇവിടെ നടക്കുന്ന പരിപാടി. അപ്പോൾ എന്തായാലും ഇന്ന് വന്നൊരു വാർത്തയാണ്, ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു വാർത്ത. അപ്പോൾ ആ വാർത്ത നിങ്ങളൊന്ന് കണ്ടു നോക്കി. ഹൈക്കോടതി വരെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഫോണിൻ്റെ പാസ്വേഡ് നൽകേണ്ടതില്ല എന്ന് പറഞ്ഞിട്ട് ഈ പ്രോസിക്യൂഷന് സ്റ്റേ കൊടുത്തിരിക്കുകയാണ്. അത് ചോദിക്കേണ്ട കാര്യമില്ല, അത് ഒരാളുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണെന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ ഹൈക്കോടതി സ്റ്റേ കൊടുത്തിരിക്കുന്നത്. എന്തായാലും നിങ്ങൾ ആ ഒരു വാർത്തയൊന്ന് കണ്ടു നോക്കേ. നല്ല ആശ്വാസം. മൊബൈൽ ഫോൺ പാസ്വേഡ് അന്വേഷണ സംഘത്തിന് നൽകണമെന്ന തിരുവല്ല കോടതി വിധിക്ക് ഹൈക്കോടതി സ്റ്റേ. വിശദാംശങ്ങൾ PS വിമൽ നൽകും. വിമൽ, എങ്ങനെയാണ് പാസ്വേഡുമായി ബന്ധപ്പെട്ട പരാതി ഹൈക്കോടതിയിലേക്ക് എത്തുന്നതും രാഹുൽ മാങ്കൂട്ടത്തിൽ ആശ്വാസം നൽകുന്ന വിധി ഉണ്ടാവുന്നു? അഭിലാഷ്, രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ 3ാമത്തെ ബലാത്സംഗ കേസിലെ ഏറ്റവും സുപ്രധാനമായ തെളിവാണ് രാഹുലിന്റെ മൊബൈൽ ഫോൺ. ഈ മൊബൈൽ ഫോൺ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരുന്നു. പക്ഷേ ഇതിന്റെ പാസ്വേഡ് ലഭ്യമായിരുന്നില്ല. തുടർന്നാണ് ഈ പാസ്വേഡ് അന്വേഷണ സംഘത്തിന് നൽകണമെന്ന് തിരുവല്ല മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിട്ടത്. ഈ ഉത്തരവ് ചോദ്യം ചെയ്താണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഹൈക്കോടതിയെ സമീപിച്ചത്. മൊബൈൽ പാസ്വേഡ് നൽകാനാകില്ല എന്നായിരുന്നു രാഹുലിന്റെ നിലപാട്. ആവശ്യമെങ്കിൽ തന്റെയും അഭിഭാഷകന്റെയും സാന്നിധ്യത്തിൽ ഫോൺ തുറക്കാം, പക്ഷേ അന്വേഷണ സംഘത്തിന് പാസ്വേഡ് നൽകാനാകില്ല എന്നായിരുന്നു പ്രധാനമായും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞിരുന്നത്. ഏതായാലും ഈ ഹർജിയിൽ പോലീസിന്റെ റിപ്പോർട്ട് കോടതി തേടിയിരുന്നു. ഈ റിപ്പോർട്ട് കൂടി പരിശോധിച്ച ശേഷമാണ് 3 ആഴ്ചത്തേക്ക് തിരുവല്ല
മജിസ്ട്രേറ്റ് കോടതിയുടെ ഉത്തരവ് ഹൈക്കോടതി സ്റ്റേ ചെയ്തിട്ടുള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇത്തരത്തിൽ മൊബൈൽ ഫോൺ പാസ്വേഡ് നൽകാനായി ഒരാളെ നിർബന്ധിക്കാനാവില്ല എന്നായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ഹൈക്കോടതിയിൽ പറഞ്ഞിരുന്നത്. കാരണം വിരലടയാളം, കയ്യക്ഷരം തുടങ്ങിയ ശാരീരിക തെളിവുകളും പാസ്വേഡും തമ്മിൽ വലിയ വ്യത്യാസങ്ങളുണ്ട്. വിരലടയാളം എന്നത് ഭൗതികമായ ഒന്നാണ്, എന്നാൽ മൊബൈൽ ഫോൺ പാസ്വേഡ് എന്നത് ഒരാളുടെ മനസ്സിൽ മാത്രമുള്ള കാര്യമാണ്. അത് വെളിപ്പെടുത്താൻ നിർബന്ധിക്കാൻ പാടില്ല. കാരണം സുപ്രീം കോടതിയിൽ തന്നെ ഉത്തരവ് പ്രകാരം ഒരു തനിക്കെതിരെ സാക്ഷി പറയാൻ പ്രതിയെ നിർബന്ധിക്കാൻ പാടില്ല എന്ന് വ്യക്തമാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മൊബൈൽ പാസ്വേഡ് പറയണമെന്ന് ഒരാളെ നിർബന്ധിക്കാനാവില്ല എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കോടതിയിൽ വാദിച്ചത്. എന്തായാലും 3 ആഴ്ചയ്ക്ക് ശേഷമായിരിക്കും ഈ വിഷയം കോടതി പരിഗണിക്കുക. അതുവരെ മൊബൈൽ ഫോണിന്റെ പാസ്വേഡ് രാഹുൽ മാങ്കൂട്ടത്തിൽ അന്വേഷണ സംഘത്തിന് നൽകേണ്ടതില്ല. ശരി, ഏതായാലും തിരുവല്ല കോടതിയാണ് ഈ മൊബൈൽ പാസ്വേഡ് നൽകണമെന്ന് പറഞ്ഞത്. ആ വിധിക്കാണ് ഹൈക്കോടതി ഇപ്പോൾ തൽക്കാലം അത് നൽകേണ്ടതില്ല എന്ന് വിധി പറയുന്നു. 3 ആഴ്ച കണ്ടല്ലോ. ഇനി ഞാൻ ഇവിടെ വേറൊരു വാർത്തയും കൂടെ വെച്ച് തരാം. കാരണം ഗണേഷ് കുമാറിൻ്റെ വിഷയമായിട്ടാണ് അതിനുമുമ്പ് ഞാനൊരു കാര്യം പറയാം. ഗണേഷ് കുമാറിനെ വലിച്ചു കീറി ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് നമ്മളെ ശ്രീനാദേവി കുഞ്ഞമ്മ. ശ്രീനാദേവി കുഞ്ഞമ്മ ഫേസ്ബുക്കിനകത്തൊരു പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ട്. പോസ്റ്റിൻ്റെ കൂടെ തന്നെ മനോരമയ്ക്കകത്ത് മനോരമ ന്യൂസിനകത്ത് ശ്രീനാദേവി കുഞ്ഞമ്മയുടെ ഒരു ഡിബേറ്റിൻ്റെ ഭാഗമായിട്ടൊരു ചെറിയൊരു ക്ലിപ്പും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ക്ലിപ്പും ഞാൻ കാണിക്കാം. മനോരമ ന്യൂസ് ചാനലിൽ വന്നിട്ടുള്ള അതുപോലെ ശ്രീനാദേവി കുഞ്ഞമ്മ പറഞ്ഞേക്കുന്നത് ഗണേഷ് കുമാറിനെ വലിച്ചു കീറി അങ്ങോട്ട് 2 തുണ്ടാക്കി വെച്ചിട്ട് അതിനകത്തോട്ട് മുളക് അങ്ങോട്ട് തേച്ച് വയ്ക്കുന്ന ആ ഒരു പോസ്റ്റും കൂടെ ഞാൻ വായിക്കാം. ഇവിടെ കൊടുത്താൽ കൊല്ലത്തും കിട്ടുന്നൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ, അതാണ് ഇപ്പം കിട്ടിക്കൊണ്ടിരിക്കുന്നത്, ഗണേഷ് കുമാറിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇനി ഞാൻ ഈ പറഞ്ഞിട്ടുള്ള SIT പറഞ്ഞേക്കുന്ന ഒരു കാര്യം കൂടെ ഞാനിവിടെ വായിക്കാം. ഈ പരാതിക്കാരി രാഹുൽ മാങ്കൂട്ടം പരാതിക്കാരിയെ സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്ന് വിളിച്ചെന്ന് പറയുന്ന ഒരു വാർത്ത, അതും കൂടെ ഞാൻ ഇവിടെ ഒന്ന് കൊടുക്കാം. അതും കൂടെ നിങ്ങളൊന്ന് കണ്ടു നോക്കെ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ബലാത്സംഗ കേസിൽ പരാതിക്കാരിയെ രാഹുൽ വിളിച്ചത് സ്വാധീനിക്കാൻ വേണ്ടുന്ന അന്വേഷണ സംഘം. തുടർ നടപടികളിൽ നിന്ന് പരാതിക്കാരിയെ പിന്തിരിപ്പിക്കാൻ രാഹുൽ ശ്രമിച്ചു. അറിയാതെയാണ് ഫോണിൽ നിന്ന് കോൾ പോയതെന്ന രാഹുലിന്റെ വാദം തെറ്റെന്നും അന്വേഷണ സംഘം കോടതിയിൽ. സിജോ ബിജോയുടെ വിശദാംശങ്ങൾ നൽകാനായി. സിജോ, SITയുടെ കൂടുതൽ കണ്ടെത്തലുകൾ എന്താണ് കോടതിയിൽ പറയുന്നത്? രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന 2ാമത്തെ ബലാത്സംഗ കേസിലെ പരാതിക്കാരിയാണ് രാഹുൽ ഫോണിലൂടെ സംസാരിക്കാൻ ശ്രമിച്ചത്. വാട്സ്ആപ്പ് കോൾ ചെയ്യുകയായിരുന്നു. പക്ഷേ ഈ പരാതിക്കാരി ഈ കോൾ അറ്റൻഡ് ചെയ്തില്ല. ഇതിനെ തുടർന്നാണ് ഇത്തരത്തിലൊരു കോൾ വന്നു എന്ന് പറഞ്ഞുകൊണ്ട് അന്വേഷണ സംഘത്തെ ഈ അതിജീവിത സമീപിക്കുകയും ചെയ്തത്. തുടർന്നാണ് രാഹുലിന്റെ മുൻകൂർ ജാമ്യം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തിരുവനന്തപുരം കോടതിയെ അന്വേഷണ സംഘം സമീപിച്ചിരുന്നത്. ഇക്കാര്യത്തിൽ മറുപടി നൽകാൻ വേണ്ടി രാഹുലിനോട് ആവശ്യപ്പെട്ടിരുന്നു. ഇപ്പോൾ അത് റിട്ടേണായി എഴുതി രാഹുൽ നൽകുകയും ചെയ്തിട്ടുണ്ട്. നമുക്ക് ലഭിക്കുന്ന പ്രാഥമിക വിവരമനുസരിച്ച് രാഹുൽ നൽകിയിരിക്കുന്ന വിവരം എന്ന് പറയുന്നത് ഇത് അബദ്ധത്തിൽ കോൾ പോയതാണ് എന്നുള്ളതാണ്. പക്ഷേ അത് തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെ ഒരു കാരണവശാലും അബദ്ധത്തിൽ കോൾ പോയതില്ല. അങ്ങനെ അബദ്ധത്തിൽ കോൾ പോയതാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും റീസെന്റ് കോൾ ഹിസ്റ്ററിയിൽ ഒരാളുടെ നമ്പർ ഉണ്ടാവണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും കൈതട്ടി കോൾ പോകുന്ന ഒരു സാധ്യത ഉണ്ട്. പക്ഷേ ഇത് അങ്ങനെയല്ല. ഇത് ബോധപൂർവമാണ് ഇത്തരത്തിൽ രാഹുൽ വിളിച്ചിരിക്കുന്നത്. ഇത് അന്വേഷണത്തെ തടസ്സപ്പെടുത്തുന്നതിനും ഈ പരാതിക്കാരിയെ സ്വാധീനിക്കുന്നതിനും വേണ്ടിയാണ് എന്നുള്ളതാണ് ഇപ്പോൾ അന്വേഷണ സംഘം കോടതിയിൽ വ്യക്തമാക്കി ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇതിൽ 2 പേരുടെയും മറുപടി കോടതിയിൽ ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. ഇതിൽ വിശദമായ വാദം കേൾക്കുന്നതിന് വേണ്ടിയിട്ട് അടുത്ത വെള്ളിയാഴ്ചത്തേക്ക് കോടതി മാറ്റുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇത് വളരെ രീതിയിൽ സ്വാധീനിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് എന്നുള്ളതാണ് അന്വേഷണ സംഘം പറയുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ അതിജീവിതയുടെ പരാതിക്കാരിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തിയിരുന്നു കോടതി. ആ മൊഴി രേഖപ്പെടുത്തിയതിന് തൊട്ടടുത്ത ദിവസമാണ് ഇത്തരത്തിൽ ഒരു കോൾ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇത് സ്വാധീനിക്കുകയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്നുള്ളൊരു കാര്യമാണ് അന്വേഷണ സംഘം കോടതിയിൽ അറിയിച്ചിരിക്കുന്നത്. ഈ വാദങ്ങൾ പരിശോധിച്ചതിന് ശേഷമായിരിക്കും കോടതി ഇക്കാര്യത്തിൽ ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുക. ഇത് ഗണേഷ് കുമാറിനെതിരെ ഗണേഷ് കുമാറിന്റെ ഭാര്യ ഒരു ആരോപണം ഉന്നയിച്ചല്ലോ. ആരോപണമല്ല, അങ്ങനെ ഒരു നടന്നൊരു സംഭവമാണ്. ആരോപണം എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് വലിയ കഴമ്പില്ലല്ലോ. അപ്പം അങ്ങനെ ഒരു പരാതി ഗണേഷ് കുമാറിനെതിരെ വന്നതിൻ്റെ പിറ്റേന്ന് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം വീണ്ടും കൊണ്ടെടുത്തുകൊണ്ടിട്ട് നോക്കിയോണം. അപ്പം ഇത് ഗണേഷ് കുമാറിനെ വെള്ളപൂശാനെ കൊണ്ടും രാഹുൽ മാങ്കൂട്ടത്തിനെ വീണ്ടും ഇട്ട് ഈ ഒരു ഗണേഷ് കുമാറിൻ്റെ വിഷയം അവിടെ തണുപ്പിക്കാനുള്ള പരിപാടിയാണ് നോക്കിയത്. പക്ഷേ ചീറ്റിപ്പോയെന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ SIT വീണ്ടും രാഹുൽ മാങ്കൂട്ടം ഈ പറഞ്ഞിട്ടുള്ള പരാതിക്കാരിയെ വിളിച്ച് സ്വാധീനിക്കാൻ ശ്രമിച്ചു. രാഹുലിനെതിരെ കടുത്ത നടപടിക്ക് SIT ഒരുങ്ങുകയെന്ന് പറഞ്ഞിട്ട് പിന്നെയും വാർത്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെയൊക്കെ പുറകിലുള്ള അജണ്ട നമുക്ക് പരിഹാരം കഴിക്കുന്ന ആളുകൾക്ക് ചിന്തിച്ചെടുക്കാനേ ഉള്ളൂ അല്ലേ. അപ്പോൾ ഞാൻ ഇനിയിവിടെ ശ്രീനാദേവി കുഞ്ഞമ്മയുടെ ആ ഒരു ഡിബേറ്റിൻ്റെ ഒരു മനോരമ ന്യൂസിനകത്ത് വന്നൊരു ചെറിയൊരു ക്ലിപ്പ് ഇവിടെ കൊടുക്കാം. അതിനുശേഷം ശ്രീനാദേവി കുഞ്ഞമ്മ ഇട്ടൊരു പോസ്റ്റും കൂടെ ഞാൻ വായിക്കാം. ഇതൊക്കെയാണ് നട്ടലുള്ളൊരു കോൺഗ്രസ് പ്രസ്ഥാനത്തിലുള്ളൊരു നട്ടലുള്ളൊരു വനിത എന്ന് വേണമെങ്കിൽ പറയാം, ഒരു പ്രവർത്തക എന്ന് വേണമെങ്കിൽ പറയാം. ഇതുപോലുള്ള ആളുകളെയാണ് നമുക്ക് ആവശ്യം. പറയേണ്ട കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് പറയേണ്ട രീതിയിൽ, കൊള്ളേണ്ട രീതിയിൽ, കൊള്ളിക്കേണ്ട രീതിയിൽ ഇതുപോലെ പറയാൻ
ഞാൻ ഇന്ന് വരെ ഈ ഒരു പ്രസ്ഥാനത്ത്, കോൺഗ്രസ് പ്രസ്ഥാനത്തിലെ ഒരു വനിതാ നേതാവിനെ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ എന്തായാലും ഞാൻ ആ ഒരു ചെറിയൊരു ക്ലിപ്പും കൂടെ കൊടുക്കാം, നിങ്ങളൊന്ന് കണ്ടു നോക്കേ. വാക്കുകൾ കെ പി ഗണേഷ് കുമാർ എന്ന് പറഞ്ഞ വാക്കുകളൊക്കെ നമ്മൾ എല്ലാവരും കേട്ടു. അതിൽ അദ്ദേഹം ഈ നാട്ടിലെ സ്ത്രീകളെല്ലാം തങ്ങളോടൊപ്പം ഉണ്ട്, ഞാനൊന്ന് പോയി കഴിയുമ്പോൾ ചോദിച്ചു നോക്കൂ, ഇവർ എന്നെക്കുറിച്ച് നല്ലതേ പറയുള്ളൂ എന്ന് മുൻകൂട്ടി പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങളോട് സംസാരിക്കുന്ന ഒരു വ്യക്തി. ഒരു ചോദ്യമുള്ളത്, ഇതുവരെ അദ്ദേഹം എത്ര വിവാഹം കഴിച്ചു, എത്ര ബന്ധങ്ങൾ, ഒരു കുടുംബം എന്നുള്ളൊരു കോൺസെപ്റ്റിലേക്ക്, ഒരു വിശ്വാസത്തിലേക്ക്, ഒരു ബന്ധത്തിലേക്ക് ഒക്കെ മുന്നോട്ട് പോകാൻ ശ്രമിച്ച അദ്ദേഹത്തിന്റെ കൂടെ ജീവിത പങ്കാളികളായി വന്നിട്ടുള്ള വ്യക്തികളുണ്ട്, സ്ത്രീകളുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ പ്രതീക്ഷയെ, അവരുടെയൊക്കെ വിശ്വാസത്തിലെടുക്കുവാൻ, ആ വ്യക്തികളെ വിശ്വാസത്തിലെടുക്കുവാൻ അയാൾക്ക് സാധിച്ചിരുന്നു. തന്റെ മണ്ഡലത്തിൽ ഇത്രയും സ്ത്രീകളെ നോക്കിക്കൊണ്ട് എന്നെ ജനപ്രതിനിധിയായി സ്വീകരിക്കാൻ സാധിക്കുമെന്ന് ഉറപ്പുള്ളപ്പോൾ ഈ പറയുന്ന സ്ത്രീകളെ, തന്റെ ഭാര്യമാരായിരുന്ന സ്ത്രീകളെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഞാൻ എന്നെ വിശ്വാസത്തിലെടുത്തവരാണ് എന്ന് പറയുവാൻ അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ടോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറ്റൊരു വാക്കുണ്ട്, 5000 പ്രണയങ്ങൾ എനിക്കുണ്ട്. ദേവി ശ്രീ കെ പി ഗണേഷ് കുമാറിനോടാണ് പ്രണയം എന്നുള്ള പദം താങ്കൾ ഉപയോഗിക്കുന്നത്. താങ്കൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ പദങ്ങൾ മറ്റു പലതുമാണ്. ജോസഫ് ഷൈൻ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന സുപ്രീം കോടതി 2018 കേസിൽ ഉപയോഗിച്ചിട്ടുള്ള വാക്കുകളും പദങ്ങളും ഒക്കെ താങ്കൾക്ക് കൃത്യമായിട്ട് ഉപയോഗിക്കാം. ആ കേസിന്റെ വേർഡിക്റ്റ് അനുസരിച്ച് അഡൽട്ടറി ദാറ്റ് ഇസ് നോട്ട് എ ക്രൈം എനിമോർ. സോ അതൊരു സോഷ്യൽ സ്റ്റേറ്റിന്റെ ഇന്റർഫറൻസ് ആവശ്യമുള്ള ഒരു വിഷയമല്ല എന്നുള്ളൊരു ജഡ്ജ്മെന്റിലേക്ക് സുപ്രീം കോടതി വന്നിട്ടുള്ള ഒരു വിഷയമാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള പദങ്ങളാണ് താങ്കളുടെ ജീവിത ശൈലിയുമായി ചേർന്ന് നിൽക്കുന്ന പദങ്ങൾ. അതുകൊണ്ട് ദയവായി പ്രണയം എന്നുള്ള പദങ്ങൾ ഉപയോഗിക്കരുത്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത്, അദ്ദേഹം കമലാദാസിനെ ഒക്കെ ഉദ്ധരിച്ചുകൊണ്ട് ചില വാക്കുകളൊക്കെ പറയുണ്ടായി. കമലാദാസ് ഒക്കെ താങ്കൾ ഉദ്ദേശിക്കുന്ന വ്യക്തിയല്ല. കേരളത്തിൽ പക്ഷേ ഏറ്റവും കൂടുതൽ വ്യക്തികൾ ആരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ ആ തെറ്റിദ്ധാരണ തന്നെ തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല, എന്റെ എഴുത്തുകളിലെ സ്നേഹത്തെക്കുറിച്ച് മനസ്സിലാക്കണം, ഞാൻ പറയുന്ന സ്നേഹത്തിന്റെ ആഴത്തെക്കുറിച്ച് മനസ്സിലാക്കണം, ബന്ധങ്ങളുടെ വിലയെക്കുറിച്ച് മനസ്സിലാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മലയാളികളോട് സംസാരിച്ച സ്നേഹത്തിന്റെ ഏറ്റവും വലിയ പ്രഖ്യാതിയായ എഴുത്തുകാരിയും ഒക്കെ ആയിരുന്നു കമലാ സുരയ്യ. അപ്പോൾ കമലാ സുരയ്യയൊക്കെ വിളിച്ചിരുത്തിക്കൊണ്ട് അല്ലെങ്കിൽ അവരെ പോലെ അല്ലെങ്കിൽ അവർ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ കോട്ട് ചെയ്തുകൊണ്ട് പറയുന്നത് അങ്ങേയറ്റം അപമാനകരമാണ്. താങ്കൾക്ക് വായനാശീലമില്ലാത്തതുകൊണ്ടോ അല്ലെങ്കിൽ കമലാ സുരയ്യ താങ്കൾ ഉദ്ദേശിക്കുന്ന ആളല്ല എന്ന് കൂടി മാത്രമാണ് ഇതിൽ എനിക്ക് പറയുന്നത്. ഇനി ഇവിടെ ശ്രീ എം ജയചന്ദ്രൻ, ശ്രീ മനോജ് എന്നിവർ സംസാരിച്ചു. എനിക്ക് അവരോട് വ്യക്തിപരമായി സഹതാപം മാത്രമേ ഉള്ളൂ. കാരണം ഒരു കേസിനെ കുറിച്ചും പരാതി വന്നിട്ടില്ലായിരുന്നു, പരാതി റിട്ടേണായി കിട്ടിയില്ലായിരുന്നു, കേസ് എടുക്കണമെങ്കിൽ എങ്ങനെ വേണമെന്നും അവർ തമ്മിൽ സംസാരിച്ച് പരിഹരിക്കാവുന്ന വീടിനകത്തെ ഒരു പ്രശ്നമാണെന്നും അങ്ങനെ പറയുമ്പോൾ ഈ വീടിനകത്തെ നിരത്തുകളിലെ ഇത്തരം പ്രശ്നങ്ങളെയൊക്കെയാണ് നിയമ സംവിധാനത്തിൽ നമ്മൾ നിയമപരമായി പ്രശ്നങ്ങളായി പറയുകയും ചൂണ്ടിക്കാണിക്കുകയും ഒക്കെ ചെയ്യുന്നത്, നിയമപരമായി കേസ് എടുക്കേണ്ട സാഹചര്യം വരുന്നു. അപ്പോൾ ഇവിടെ അത്തരത്തിൽ സഹതാപകരമായി സംസാരിക്കുന്നവർ പരാതിയെക്കുറിച്ചും ഇതിന്റെ കേസിന്റെ സാധ്യതകളെക്കുറിച്ചും ഒക്കെ പറയുന്നത് അങ്ങേറ്റം ദയനീയമായ ഒരു കാഴ്ചയാണ്. പിന്നെ ഒരു കുടുംബ ബന്ധം നിലനിർത്താൻ ഒരു 2 സ്ത്രീകളോ അല്ലെങ്കിൽ 3 സ്ത്രീകളോ അതിന്റെ ഭാര്യമാരായി വന്ന സ്ത്രീകളോടുള്ള വ്യക്തിബന്ധം കാത്തു സൂക്ഷിക്കാൻ സാധിക്കാത്ത ഒരു വ്യക്തിക്ക് ഈ സമൂഹത്തിലെ മറ്റ് സ്ത്രീകൾക്ക് വേണ്ടിയും മറ്റ് പുരുഷന്മാർക്ക് വേണ്ടിയും മറ്റ് കുട്ടികൾക്ക് വേണ്ടിയും വയോജനങ്ങൾക്ക് വേണ്ടിയും ഒക്കെ ഒരു ജനപ്രതിനിധി എന്നുള്ള നിലപാടുകൾ എടുക്കാൻ സാധിക്കുമെന്നുള്ളത് അങ്ങേറ്റം വൈരുദ്ധാത്മവും അങ്ങേറ്റം ഹിപ്പോക്രസിയുമായിട്ട്. ഓക്കെ, കണ്ടല്ലോ. ഇനി അതിൻ്റെ കൂടെ തന്നെ ശ്രീനാദേവി കുഞ്ഞമ്മ ഒരു പോസ്റ്റും കൂടെ പങ്കുവച്ചിട്ടുണ്ട്. കെ പി ഗണേഷ് കുമാർ, ദയവായി പ്രണയം എന്ന പദം താങ്കൾ ഉപയോഗിക്കരുത്. താങ്കൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന പദങ്ങൾ മറ്റു പലതുമാണ്. ഇപ്പം ഈ ഗണേഷ് കുമാറിനെതിരെ ഭാര്യ പരാതി കൊടുത്തിരുന്നല്ലോ. ഇപ്പം അതിനുശേഷം ഗണേഷ് കുമാർ പറഞ്ഞ എന്താണ്, എനിക്ക് ഒരുപാട് പ്രണയങ്ങളുണ്ട്, എനിക്ക് 10, 100, 1000-ലധികം പ്രണയങ്ങളുണ്ട്. അതിനെന്താണ് കുഴപ്പം? ഒരാൾ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളും അതുപോലെ ഒരു രാഷ്ട്രീയവും തമ്മിൽ കൂട്ടിക്കലർത്തരുത്. രാഷ്ട്രീയം വേറെ, വ്യക്തിപരമായിട്ടുള്ള കാര്യം വേറെ എന്നാണ് പറഞ്ഞത്. അപ്പം ഇതുപോലെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസിനകത്തും പുള്ളിയുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതങ്ങളിൽ, വ്യക്തിപരമായിട്ടുള്ള ലൈഫിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ രാഷ്ട്രീയപരമായിട്ട് എടുത്തുകൊണ്ടിട്ടിട്ട് അത് രാഷ്ട്രീയപരമായിട്ട്, നെറികെട്ട രാഷ്ട്രീയപരമായിട്ട് അത് ഉപയോഗിക്കാൻ ശ്രമിച്ചു. പുള്ളിയെ രാഷ്ട്രീയത്തിൽ നിന്ന് ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചത്. അപ്പോൾ അതിനൊന്നും യാതൊരു കുഴപ്പമില്ല അല്ലേ? അപ്പോൾ അതിനെതിരെ ഗണേഷ് കുമാറിൻ്റെ മറുപടി നമ്മൾ കണ്ടാണ്. അതിനെ ഗണേഷ് കുമാറിനെ വലിച്ചു കീറി ഒട്ടിച്ച് ഗണേഷ് കുമാർ കൊടുത്ത അതേ നാണയത്തിൽ ഇരട്ടി ശക്തിയോടെ രാഹുൽ മാങ്കൂട്ടം തിരിച്ചു കൊടുത്തതും നമ്മൾ കണ്ടതാണ്. അന്നത്തെ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിന് ചാകരയായിരുന്നു. കാരണം നോക്കിക്കോണം, ഒരു കർമ്മം എന്നൊരു സാധനമുണ്ട്. കർമ്മം അത് തിരിച്ച് കിട്ടും, തിരിച്ചു വരുമെന്ന് ഉള്ളൊരു സംഭവം ഉണ്ടല്ലോ, അതാണ് അവിടെ നടന്നത്. ആ ഒരു സത്യമാണ് നമ്മൾ കണ്ടത് അല്ലേ? പുള്ളി എല്ലാം കണ്ടും എല്ലാം കേട്ടും ക്ഷമിച്ചിരുന്നു. കാരണം ഒരു ദിവസം വരും എന്നുള്ളൊരു വിശ്വാസം രാഹുൽ മാങ്കൂട്ടത്തിനുണ്ടായിരുന്നു. അത് അതേ നാണയത്തിൽ തന്നെ പുള്ളിക്ക് തിരിച്ചു കൊടുക്കാൻ സാധിച്ചു. അതിൽ നോക്കണം, അതിലൂടെ നമുക്ക് മനസ്സിലാക്കാവുന്നതേ പുള്ളിയുടെ ഭാഗത്തെ ശരിയും തെറ്റും. ഒരു മനുഷ്യനെ ഒരു പച്ചയ്ക്ക് ഇത്രയും അറ്റാക്ക് ചെയ്ത് ആക്രമിച്ച് പുള്ളിയുടെ രാഷ്ട്രീയം തന്നെ തകർക്കാൻ ശ്രമിച്ചതിനുള്ള ഈ കൂട്ടുനിന്ന ആളുകളുടെ ഈ ഓരോ ചീട്ട് കീറുന്ന കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബാക്കിയും കൂടെ ഞാൻ വായിക്കേ. പ്രതിപക്ഷ MLAക്കെതിരെയാണ് പരാതിയെങ്കിൽ പരാതിക്കാരയോട് ലവ് യു ടു മൂൺ ആൻഡ് ബ്ലാക്ക് എന്ന് പറയുകയും ഭരണപക്ഷത്തെ മന്ത്രിക്കെതിരെയാണ് പരാതിയെങ്കിൽ മന്ത്രിയോട് ലവ് യു ടു മൂൺ ആൻഡ് ബാക്ക് എന്ന് പറയുകയും ചെയ്യുന്ന ഇരട്ടത്താപ്പാണ് ഇടതുപക്ഷത്തിൻ്റേത്. കേരളത്തിലെ മുഖ്യമന്ത്രി ഒരു പോലീസ് സ്റ്റേഷനായി പ്രവർത്തിക്കുന്ന ഇക്കാലത്ത് വീണ വിജയൻ ഒരു കോൺസ്റ്റബിൾ എങ്കിലും ആകേണ്ടതല്ലേ? വീണ വിജയന് പരാതി കൊടുത്തിരുന്നു എന്നാണ് ഈ ഗണേഷ് കുമാറിൻ്റെ ഭാര്യ പറഞ്ഞത്. എന്നിട്ട് പോലും അതിനെതിരെ ഒരു നടപടി പോലും സ്വീകരിച്ചില്ല എന്നാണ് ഇവിടെ നമ്മൾ കണ്ടത്. ഈ ഒരു വിഷയത്തിനകത്ത്, ഗണേഷ് കുമാറിൻ്റെ വിഷയത്തിനകത്ത് ശ്രീമതി ബിന്ദു മേനോൻ മന്ത്രി പത്നിക്ക് നീതി ലഭിക്കേണ്ടതല്ലേ?
പ്രതിപക്ഷ MLA-ക്കെതിരെ മറ്റൊരാളുടെ ഭാര്യ പരാതി നൽകിയപ്പോൾ ഒപ്പില്ലാത്ത വിദേശത്തെ ഇമെയിൽ ലഭിച്ചപ്പോൾ അറസ്റ്റ് ചെയ്യാൻ പറന്നെത്തിയ പോലീസിൻ്റെ ചിറകരിഞ്ഞത് ആരെയും. ശരിയാണ്, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയും വിദേശത്ത് നിന്നും അവിടെ നിന്നും ഇവിടെ നിന്നും ഒരു മെയിലിൻ്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിക്ക് ഒരു പരാതി പോയപ്പോൾ നമ്മൾ കണ്ടതാണ്. രാത്രി SIT 12 മണിക്ക് രാഹുലിൻ്റെ ഫ്ലാറ്റിൽ കയറി ഇല്ല ക്രൂരനായിട്ടുള്ള, അതും ഭയങ്കര നാടകത്തോടെ രാഹുൽ മാങ്കൂട്ടം എവിടെ പോകുന്നു, എന്ത് ചെയ്യുന്നു, ഇതെല്ലാം നല്ലപോലെ പരിശോധിച്ച് വിശദീകരിച്ച് വാർത്തകളിലൂടെയൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നതാണല്ലേ. അപ്പം അങ്ങനെയൊക്കെ രാഹുലിൻ്റെ ഓരോ നോട്ടവും ഓരോ ചുവടും പരിശോധിച്ച് രാത്രി 12 മണിക്ക് രാഹുലിനെ ഒരു കുറ്റവാളിയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് ഏതോ കൊടും ക്രിമിനലിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് കൊണ്ടുപോകുന്ന രീതിയിലാണ് നമ്മൾ കണ്ടത് അല്ലേ. അപ്പം എന്തുകൊണ്ട് അതേ നടപടി ഈ കേസിനകത്ത്, ഈ ഗണേഷ് കുമാറിൻ്റെ കേസിനകത്ത് സ്വന്തം ഭാര്യ പരാതി പറഞ്ഞിട്ട് പോലും ഇതിനെതിരെ ഒരു നടപടി നമ്മൾ കണ്ടില്ല? മുഖ്യമന്ത്രി ഇതിനെതിരെ ഒരു നടപടി എടുത്തതായിട്ട് നമ്മൾ കണ്ടില്ല. അപ്പം അതിൻ്റെ ഒരു ഇരട്ടത്താപ്പാണ് ഇവിടെ ശ്രീനാദേവി കുഞ്ഞമ്മ തുറന്ന് കാണിച്ച് ഈ പോസ്റ്റിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത്. മറ്റൊരാളുടെ ഭാര്യ പരാതിക്കാരിയായാൽ നൽകുന്ന നീതി സ്വന്തം ഭാര്യയ്ക്കില്ലേ? ക്വസ്റ്റ്യൻമാർക്ക്. ഇടതുപക്ഷത്തിൻ്റെ സ്ത്രീപക്ഷ ധാർമ്മികത ഇരട്ടത്താപ്പ് തന്നെയാണ്. അതെ, സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് വാതോരാതെ സംസാരിക്കുന്ന, സ്ത്രീ സുരക്ഷയും സ്ത്രീ സംരക്ഷണത്തിനെ പറ്റിയിട്ടും വാതോരാതെ സംസാരിക്കുന്ന ഇവരെയൊക്കെ ഇരട്ടത്താപ്പ് ഈ ഒരു വിഷയത്തിലൂടെ നമുക്ക് കാണാൻ സാധിച്ചു. ഞാനത് അല്ല ആലോചിക്കുന്നത്. എന്തിയെ റിനി ആൻഡ് ജോർജ്, യുവനടി റിനി ആൻഡ് ജോർജ് സ്ത്രീകൾക്കെതിരെ അല്ലെങ്കിൽ സ്ത്രീകൾക്ക് എതിരെ അനുഭവപ്പെടുന്ന അല്ലെങ്കിൽ സ്ത്രീകൾക്കെതിരെ ഉണ്ടാവുന്ന അക്രമങ്ങൾക്കെതിരെ ഞാൻ ശക്തമായിട്ട് പോരാടും, ശക്തമായിട്ട് ഞാൻ പ്രതികരിക്കും, കേരളത്തിലെ എല്ലാ സ്ത്രീകളുടെ കൂടെയും ഞാൻ ഉണ്ട് എന്ന് പറഞ്ഞ് ഇൻ്റർവ്യൂവിൽ വന്നിരുന്നിട്ട് വാതോരാതെ സംസാരിച്ച നമ്മൾ റിനി ആൻഡ് ജോർജ് എവിടെ? ഇതൊന്നും കാണുന്നില്ലേ യുവനടി റിനി ആൻഡ് ജോർജ്? അതുപോലെ തന്നെ നമ്മളെ MA ഷഹനാസ് സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് മുന്നിട്ടിറങ്ങി രാഹുലിൻ്റെ വിഷയത്തിൽ വാതോരാതെ സംസാരിക്കുകയും പത്രസമ്മേളനം വരെ ഇരുത്തി നടത്തി അതിനകത്ത് അത്രയും ആക്രോശിച്ച് സംസാരിച്ച MA ഷഹനാസിനെ ഈ ഒരു വിഷയത്തിൽ നമ്മൾ ആരും കണ്ടില്ലല്ലോ. എന്തുകൊണ്ട് പത്രസമ്മേളനം നടത്തിയില്ല? രാഹുലിൻ്റെ വിഷയത്തിൽ ഇങ്ങനെ, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിൽ ഇങ്ങനെ അല്ലല്ലോ. പത്രസമ്മേളനമൊക്കെ നടത്തി ഭയങ്കര ഗംഭീരമായി ഒരു കുപ്പി വെള്ളമൊക്കെ കൊണ്ടുവച്ച് കുടിച്ച് അങ്ങോട്ട് ആടി തിമിർക്കുന്ന ഷഹനാസിനെയാണല്ലോ നമ്മൾ കണ്ടത്. സ്ത്രീ സുരക്ഷയെപ്പറ്റി വാതോരാതെ സംസാരിച്ച ഷഹനാസിനെ പറ്റിയിട്ട് ഷഹനാസിനെ എന്തുകൊണ്ട് ഈ ഒരു വിഷയത്തിൽ ഷഹനാസിനെ ആരും കണ്ടില്ല? ഷഹനാസിന് മാത്രമല്ല, നമുക്കറിയാവുന്നതാണ് സ്ത്രീ സുരക്ഷയെ പറ്റിയിട്ട് അങ്ങോട്ട് സംസാരിക്കുന്ന കുറേ നമ്മുടെ രാജൻ ജോസഫ് ഇതിനെ പറ്റിയിട്ടൊന്നും സംസാരിക്കാനല്ലേ? എന്തുകൊണ്ട് ചർച്ചയാക്കുന്നില്ല? മറ്റേതങ്ങോട്ട് രാഹുലിൻ്റെ വിഷയം രാവിലെ തൊട്ടങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ഡെയിലി ഒരു 3-4 വീഡിയോ ആണ് ഡെയിലി അങ്ങോട്ട് ചർച്ച. രാജൻ ജോസഫും MA ഷഹനാസും റിനി ആൻഡ് ജോർജും ഇവരൊക്കെ. അപ്പോൾ ഈ ഒരു വിഷയത്തിനകത്ത് നിങ്ങൾക്ക് ആർക്കും ഒന്നും സംസാരിക്കാനല്ല അല്ലേ? അപ്പോൾ ഈ ഒരു ഇരട്ടത്താപ്പാണ് ഇതിലൂടെ ശ്രീനാദേവി കുഞ്ഞമ്മ വലിച്ചു കയറി അങ്ങോട്ട് ഉപ്പിട്ട് മുളവിട്ട് തേച്ച് അങ്ങോട്ട് കൊടുക്കുന്നത്. അപ്പം ഇതിലൂടെ തന്നെ പരിഹാരം കഴിക്കുന്ന ആളുകൾക്ക് മനസ്സിലായി കാണും. രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്നൊരു വ്യക്തി, രാഹുൽ മാങ്കൂട്ടം എന്നൊരു വ്യക്തിയെ തകർക്കാനെ കൊണ്ട് മനഃപൂർവ്വം ചെയ്ത് കൂട്ടിക്കൊണ്ടിരിക്കുന്ന കോപ്രായങ്ങളും രാഷ്ട്രീയത്തിൻ്റെ അങ്ങേയറ്റത്തെ നെറികേടുമാണെന്ന് ഇതിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. രാഹുൽ മാങ്കൂട്ടം, അതാണ് ഒരുപാട് സാധാരണക്കാർ ഇപ്പോഴും ആഗ്രഹിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടം തിരിച്ചു വരണം. ഒന്നുമില്ലെങ്കിൽ പാർട്ടി ഈ പ്രസ്ഥാനം രാഹുലിന് സീറ്റ് കൊടുത്തില്ലെങ്കിലും സ്വതന്ത്രനായിട്ട് നിന്ന് മത്സരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ സ്നേഹം എന്നും നിലനിർത്തണമെങ്കിൽ രാഹുൽ അവർക്ക് വേണ്ടിയിട്ടെങ്കിലും സ്വതന്ത്രനായിട്ട് മത്സരിച്ചേ പറ്റൂ. അല്ലെങ്കിൽ ഈ ഒരു പ്രസ്ഥാനം എനിക്ക് തോന്നുന്നില്ല കേട്ടോ രാഹുലിന് സീറ്റ് കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം രാഹുലിന് ഇപ്പം ഇവർ സീറ്റ് കൊടുക്കാത്ത ഈ ഒരു വിഷയമായിട്ടല്ല. രാഹുൽ എന്നൊരു വ്യക്തി ഈ ഒരു പ്രസ്ഥാനത്തിലുണ്ടെങ്കിൽ അത് എൻ്റെ മേലെ കയറി പോകും രാഹുൽ മാങ്കൂട്ടം. അല്ലെങ്കിൽ എനിക്കതൊരു തോൽവിയാണ്, എനിക്കതൊരു നാണക്കേടാണ്. ഞാൻ 10, 20, 25 കൊല്ലം കൊണ്ട് ഈ ഒരു പ്രസ്ഥാനത്തിൽ നടന്നിട്ടും എനിക്കൊരു സീറ്റ് കിട്ടുന്നില്ല. ഇന്നലെ കയറി വന്ന ഒരാൾക്ക് സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതെനിക്കൊരു കുറച്ചിലാണെന്ന് ഉള്ളൊരു ഇതുണ്ടല്ലോ. എന്താ പറയുക, കഴിവുള്ളവനെ അടിച്ചു താത്തി കഴിവില്ലാത്തവൻ ഇപ്പോഴും ആ കസേരയിൽ കയറി ഇരുന്ന് തൂറി മെഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു ഇതുണ്ടല്ലോ. അതാണ് നമ്മൾ ഇതിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും രാഹുലിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളെല്ലാം വീഡിയോ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്ത് എല്ലാവരും ചാനൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. രാഹുൽ മാങ്കൂട്ടവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വിഷയങ്ങൾ നമുക്ക് സംസാരിക്കാനുണ്ട്.
എൻ്റെ പൂർണ്ണ പിന്തുണ എപ്പോഴും രാഹുലിലൂടെ തന്നെ ഉണ്ടാവും. ഇനിയും രാഹുലിനെ സപ്പോർട്ട് ചെയ്ത് ഒരുപാട് വീഡിയോകൾ ഞാൻ ചെയ്യും. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഒരുപാട് ആളുകൾ പറയുന്നുണ്ട് രാഹുലിൻ്റെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ടല്ലോടെ ഞാൻ ഇത് ചെയ്യുന്നത്. ഒരു കാലിച്ചായ പോലും മേടിച്ച് കുടിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമെന്നെങ്കിൽ അന്ന് ഞാൻ നിർത്തും രാഹുലുമായിട്ട് ബന്ധപ്പെട്ട ഈ ഒരു ടോപ്പിക്ക്. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം.